ഇതിനെ കണ്ടില്ലേ? എത്രയോ ഭീകരം. ഇവിടെ പ്രധാനമന്ത്രിയെ തല്ലും കൊല്ലും, പ്രധാനമന്ത്രിയെ തന്തയ്ക്ക് വിളിക്കുന്നു, മരിച്ചുപോയ അദ്ദേഹത്തിന്റെ അമ്മയെ തള്ളക്കി വിളിക്കുന്നു. ഇതെല്ലാം ഈ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് അല്ലേ? ഇത് അത് കഴിഞ്ഞ് പിന്നെ ഈ സ്ത്രീകളെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്. മഞ്ജുഷ അവിടെ ശ്രദ്ധിച്ചായിരുന്നല്ലോ, നമ്മുടെയൊക്കെ മുമ്പിൽ വന്നതാണ്. അതാണ് ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം, ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അവിടെ ഉയർത്തിയ ചില ബാനറുകൾ കണ്ടില്ലായിരുന്നോ? ഇവിടെ പറയുന്നത് ശരിയല്ല, പക്ഷെ അവിടെ നമ്മുടെ പബ്ലിക്കായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ പറയാം. ഫക്ക് മീ എന്നും പറഞ്ഞുകൊണ്ടുള്ള ബാനറുകൾ, ആഹ്വാനങ്ങളാണ് എഴുതി പിടിച്ചത്. ഇങ്ങനെ ഈ ബാനറും പ്ലക്കാർഡും ഒക്കെ. ചില പെൺകുട്ടികൾ അവരുടെ മേൽവസ്ത്രം പൊക്കി കാണിക്കുകയാണ് ക്യാമറയ്ക്ക് മുമ്പിൽ. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഇതിലും അങ്ങനെ വന്ന വാക്കുകൾ, ഏറ്റവും അധികം വന്ന വാക്കുകളിൽ ഒന്ന് ഈ പറഞ്ഞ FUCK എന്നായിരുന്നു. പക്ഷേ ഈ വിദ്വേഷപരമായ പരാമർശം നടത്തിയ TG അനുകൂലിക്കുകയാണ് കേട്ടോ താങ്കൾ ഇപ്പോൾ ഈ സംസാരങ്ങളിലൂടെ. താങ്കൾ ആദ്യം പറഞ്ഞു താങ്കൾ TGയുടെ വാക്കുകളെ അനുകൂലിക്കുന്നില്ല എന്ന്. അല്ലല്ല മഞ്ജുഷ ഇതിന് മഞ്ജുഷ മറുപടി പറയണം. ഏത് പെൺകുട്ടി അവിടെ മേൽവസ്ത്രമൊക്കെ കാണിച്ചത്? ഞാൻ ഇടപെട്ടല്ലോ, ഷാബു പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടു. താങ്കൾ മിണ്ടാതിരിക്കൂ രാഹുൽ. ഏത് പെൺകുട്ടിയാ മേൽവസ്ത്രമൊക്കെ കാണിച്ചത്? മഞ്ജുഷ, ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ ആ വീഡിയോ ഒക്കെ വരും. ഇപ്പൊ എന്റെ കയ്യിലെടുത്ത് മഞ്ജുഷ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. എന്നാലുണ്ട് മഞ്ജുഷ ഒന്നും ഒരു വീഡിയോ ഈ ചർച്ചയുടെ വീഡിയോ യൂട്യൂബിൽ വരുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ അത് വരും. ആരെങ്കിലും അത് ഇടും. ഡോണ്ട് വറി, അത് കാണാം നമുക്ക്. ഇനി മറ്റൊന്ന്, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇനി വേറൊരു കാര്യം, ഇവിടെ ഒരു കുറച്ച് വർഷം മുമ്പ് ഈ ഹൈബി ഈഡന്റെ ഭാര്യ, അവരുടെ ആ സ്ത്രീയുടെ പേരെന്താന്ന് എനിക്കറിഞ്ഞില്ല, അവര് പറഞ്ഞൊരു കമന്റ് ഓർമ്മയുണ്ടോ മഞ്ജുഷിന്? എനിക്ക് ഓർമ്മയുണ്ട്. റേപ്പ് തടയാൻ കഴിയുന്നില്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുക, ബലാത്സംഗം തടയാൻ കഴിയുന്നില്ലെങ്കിൽ എൻജോയ് ചെയ്യുക. 5-6 വർഷം മുമ്പ് ഇവിടെ വന്ന വലിയ വിവാദമായ കാര്യം. ചായ കുടിക്കുന്നത് പോലെയാണ് ബലാത്സംഗം എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ഒരു മുഖ്യമന്ത്രിയാണ് മഞ്ജുഷ. അന്ന് ആ മുഖ്യമന്ത്രി എത്രമാത്രം വിമർശിക്കപ്പെട്ടു എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അകത്തൊന്നും പറഞ്ഞല്ലോ. അതുപോലെ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തല്ലോ. അതുപോലെ ഈ നാട്ടിലെ ചില കുറച്ച് പാവപ്പെട്ട സ്ത്രീകളെ ചൂണ്ടി ഇവർ മറ്റേ പണിക്ക് പോകുന്നവരാന്ന് പറഞ്ഞ ഒരു മഹാൻ ഇവിടെ 5 കൊല്ലം മന്ത്രിയായി നമ്മുടെ നാട് ഭരിച്ചു. ചായ കുടിക്കുന്ന പോലെ പെണ്ണുള്ളടത്ത് പെൺവാണിഭം ഉണ്ടാകുമെന്ന് പറഞ്ഞത് മറ്റൊരു മുഖ്യമന്ത്രിയാണ്. ഈ നാട്ടിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ എത്ര അറസ്റ്റുകൾ നടന്നു, എത്ര കേസുകൾ വന്നു, എത്ര പേര് അകത്തുപോയി. ഇതെല്ലാം ഈ നാട് തല്ലും കൊല്ലും, വെടിവെച്ച് കൊല്ലും, വെട്ടിക്കൊല്ലും, കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞ ഒരുത്തൻ ഈ നാട്ടിലെ മന്ത്രിയായിരുന്നു മഞ്ജുഷ. ഈ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ, മതേതരത്വം കൊടികുത്തി വാഴുന്ന കേരളത്തിൽ ഇപ്പൊ ഇവിടെ രാഹുൽ ഇവിടെ ബാലൻസ് കേനായരാവുകയാണല്ലോ. ആ നാട്ടിലുണ്ടായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയാണ് പറഞ്ഞത് ബലാത്സംഗം തടയാൻ കഴിയുന്നില്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുക എന്ന്. ഇതിനെക്കാട്ടി വലിയ സ്ത്രീവിരുദ്ധതയൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി. ഞാനത് പറയില്ല, അത് വേറെ കാര്യം. എന്നെ ഭോഗിക്കൂ എന്ന് പറഞ്ഞ് ബാനർ എഴുതി ഇട്ടവർ അത് ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് ഒരാൾ വിചാരിച്ചാൽ, അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. താങ്കളും TGയുടെ വഴിയെ തന്നെ സഞ്ചരിക്കുകയാണല്ലേ? താങ്കളും TGയുടെ വഴിയെ സഞ്ചരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കില്ല. അല്ല, ഇത് ധാരാളമാണല്ലോ, താങ്കൾ പറഞ്ഞത് ധാരാളമായല്ലോ. അല്ലല്ലോ, ഞാനിവിടെ ഈ കാര്യങ്ങളെല്ലാം പറയണമല്ലോ. ഇങ്ങനെയുള്ള സമാനമായ കാര്യങ്ങൾ മുഴുവനും ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ഇവിടെ ആർക്കും ഒരക്ഷരം ഉണ്ടാകില്ലല്ലോ. പേരിൽ 2-3 വിമർശനം. അത് നായനാരുടെ ഒരു ശൈലീപരമായ പ്രയോഗമല്ലേ? ജനങ്ങൾ തിരഞ്ഞെടുത്തത്, ഒരു ജനാധിപത്യ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഹിന്ദുവായിട്ടോ മുസ്ലിമായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ അല്ല, അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അവരുടെ റെപ്രസെന്റേറ്റീവ്, അവരെ ഭരിക്കാൻ അവർ തിരഞ്ഞെടുത്തത്. അതും ഹിന്ദു ആയതുകൊണ്ടും മുസ്ലിം ആയതുകൊണ്ടുമല്ല. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാരായാലും ശരി, അവരുടെ മതവിശ്വാസം എന്തായാലും ശരി, അവർ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് കാഴ്ചപ്പാട്. അല്ലാതെ ഈ 2 കയ്യിലൊരു ബോളും മുമ്പിൽ ഒരു റോപ്പിൽ കൂടെ ഇങ്ങനെ ആടി ബാലൻസ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ അതാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ നാടിനെ നശിപ്പിക്കുന്നതും ഈ രീതിയിലുള്ള ചിന്താഗതിയാണ്. ബാലൻസിംഗ് എന്ന് പറയുന്നത് ഇതല്ല.
എല്ലാ ജനങ്ങളെയും ഈക്വലായിട്ട് കാണുന്ന, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഭരണാധികാരി. ആ കാഴ്ചപ്പാടിനെയാണ് ബാലൻസിംഗ് എന്ന് പറയേണ്ടത്. അല്ലാതെ ഇങ്ങനെ പലയിടത്തൊന്നും ഈ രാഹുൽ പറഞ്ഞ മാതിരിയല്ല. അതാ ഈ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു ശാപമാണ് മഞ്ജുഷ ഇത്. പിന്നെ ഒരു കാര്യം മുമ്പ് എനിക്ക് ആദ്യത്തെ റൗണ്ടിൽ പറയാൻ വിട്ടുപോയി. ഇവിടെ രാഹുൽ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ ഈ കാര്യം പറഞ്ഞല്ലോ. ഒരു കാര്യം ആലോചിക്കണം. മറ്റേ ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുണ്ടായ ഒരു വിഷയത്തില് ഹണി റോസ് മര്യാദയ്ക്ക് സാരി എടുക്കാനിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇത് പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞു നടന്ന മഹാനാണിത്. എന്നാര് പറഞ്ഞു? നിങ്ങൾ എന്നാര് പറഞ്ഞു? എന്നാര് പറഞ്ഞു? ഇതാണ് ഒരു മടിയില്ലാതെ കള്ളം പറയുമല്ലേ. ഹണി റോസ് മര്യാദയ്ക്ക് സാരി എടുക്കണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. പറഞ്ഞോ? ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണമെന്നാണ് പറഞ്ഞത്. അതായത് ഈ നാട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനെ സാരി എടുക്കണമെന്ന് പഠിപ്പിക്കാൻ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയൊക്കെ സാരി എടുത്തു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് എന്തോ തോന്നും. ഇയാൾക്ക് തോന്നുന്നുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെയാണ് ബാക്കിയുള്ളവർ. ഞാനിത് ചോദിച്ചാൽ അങ്ങേക്ക് ഉത്തരം ഉണ്ടാവില്ല. റേപ്പിന്റെ കാര്യത്തിൽ ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഒരു അഖില ലോക ബലാത്സംഗ വീരനെ അവന് വേണ്ടിയിട്ട് കോടതി 15 ദിവസം ജയിലിൽ പോയി കിടന്നവനാണ്. ഏത് ബലാത്സംഗ വീരൻ? കോടതി ആ കേസൊക്കെ തെള്ളിക്കളഞ്ഞ് അറിഞ്ഞില്ലേ? കോടതി ആ കേസുകളൊക്കെ തെള്ളിക്കളഞ്ഞ് അറിഞ്ഞില്ലേ? കേസ് നടക്കില്ലേ? അവിടെ ചാത്തിട്ടോ? അതാണോ ജയിലിൽ? കോടതികൾ ഏതെങ്കിലും ഒന്നിന് ബലാത്സംഗം കൊണ്ടൊന്ന് പറഞ്ഞോ? ഏതെങ്കിലും ഒരു കേസിലുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് ബലാത്സംഗം കൊണ്ടൊന്ന് പറഞ്ഞോ? കേസ് നടക്കുമല്ലേ? കേസിന്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കണം സാർ. എന്തായാലും ആ സ്വന്തം പാർട്ടിയും ഈ നാട്ടിലെ ജനങ്ങളും തള്ളിക്കളഞ്ഞ ഈ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട്, അതായത് വലിയ വീരാരാധനയോടുകൂടി വലിയ വീരപരിവേഷത്തോടുകൂടി ജയിലിൽ പോയി കിടന്നിട്ട് വന്നിട്ടാണ് ഈ അഭിമാനമാണ് സാർ. പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിന് അഭിമാനമാണ്. ഞങ്ങളെ പോലുള്ളവർ ശബരിമലയ്ക്ക് വേണ്ടി ഇറങ്ങി പോരാടിയോണ്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. താങ്കൾ അന്നും ശബരിമലയ്ക്കെതിരായിരുന്നു. ശബരിമലയെ പറ്റി നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ വേറെ ആകാം. ഇവിടെ ഇപ്പോഴും എതിരാണ് മഞ്ജുഷേ. ചോദിച്ചാൽ മതി. ഇപ്പോഴും എതിരാണ് പുള്ളി. വെളി പറയില്ലെന്നേ ഉള്ളൂ. നമുക്ക് ചർച്ച ചെയ്യാവുന്ന എന്റെ നിലപാട് എനിക്ക് പറയുന്നതിന്റെ അകത്ത് ഒരു മടിയുമില്ല. യുവതികൾ കയറണമെന്നല്ലേ അങ്ങയുടെ നിലപാട്? ശബരിമലയെ പറ്റി മാത്രം. ശബരിമല യുവതികൾ കയറണമെന്നല്ലേ നിലപാട്? മഞ്ജുഷേ, ശബരിമലയെ പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ശരി ഷാബു, വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ഒരു പ്രശ്നമില്ല. അപ്പം ഇതൊക്കെയാണ് ഈ ബാലൻസ് കെ നായർമാരെ കൊണ്ടാണ് ഈ നാട് മുടിഞ്ഞു പോകുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ബാലൻസ് ചെയ്ത ഗാന്ധിജിയാണ് ഈ നാടിന്റെ രാഷ്ട്രപിതാവ്. ഗാന്ധിജി അങ്ങനെ തന്നെ ചെയ്തിട്ടില്ല.